ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നതിൽ ഒരു ഫർണിച്ചർ ലേഔട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഹോം ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഫർണിച്ചർ ലേഔട്ട് എന്ന് പറയുന്നത്. ഈ ഫർണിച്ചർ ലേഔട്ടിൽ നിന്നാണ് നമ്മൾ ഒരു വീടിൻ്റെ എല്ലാവിധ ഇൻറ്റീരിയർ ഡിസൈനിങ് കാര്യങ്ങളും തുടങ്ങേണ്ടതും അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇൻറ്റീരിയർ ഡിസൈനിങ് എത്ര നന്നായിരിക്കും, എത്രയും ഉപയോഗമുള്ള ഒരു വീടായിരിക്കും അത് എന്നുള്ളത് ഈ ഫർണിച്ചർ ലേഔട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫർണിച്ചർ ലേഔട്ട് ഒരു ഹോം ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ അടിസ്ഥാനമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. എന്താണ് ഫർണിച്ചർ ലേഔട്ട്? ഫർണിച്ചർ ലേഔട്ട് അല്ലെങ്കിൽ ഫർണിച്ചർ ലേഔട്ട് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ, സിമ്പിളായി പറഞ്ഞാൽ ഒരു വീട്ടിൽ ഓരോ മുറിയിലും എന്തൊക്കെ ഫർണിച്ചേഴ്സ് ഏതൊക്കെ പൊസിഷനിൽ ആണ് നമുക്ക് വെക്കേണ്ടത്, അത് എങ്ങനെയാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്ലാനാണ് അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ആണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത്, വീടിൻ്റെ ഓരോ റൂമുകളിലും എന്തിനുള്ള റൂമുകളാണ് അല്ലെങ്കിൽ ആ റൂം ആരാണ് ഉപയോഗിക്കുന്നത്, അവർക്ക് എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ടോ, ഇത്രയും കാര്യങ്ങളെയും അതിൻ്റെ കൂടെ കാഴ്ചയിലുള്ള ഭംഗിയും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഫർണിച്ചർ ലേഔട്ട് പ്ലാൻ ചെയ്യാൻ. റൂമുകൾ എന്താണ് എന്നതിനെ ബേസ് ചെയ്താണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. വീട്ടിൽ കയറി വരുന്ന ഒരു ഏരിയ, ഒരു ഫോയർ ഏരിയ, അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഫർണിച്ചർ ലേഔട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്, നമ്മളൊരു വോള് ഒരു ഫോക്കസ് പോയിന്റ് ആയിട്ട് നമ്മൾ കണ്ടെത്തണം. അതിൽ കയറി വരുന്ന ഒരാൾക്ക് ഫസ്റ്റ് ഇംപ്രഷൻ കൊടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക്, എന്തെങ്കിലും ഒരു ഷോ പീസസ് എന്തെങ്കിലും നമുക്ക് അവിടെ പ്ലാൻ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു കൺസോൾ അല്ലെങ്കിൽ ഒരു ഡ്രോയർ സെറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഷെൽഫ് എങ്കിലും നമുക്ക് അവിടെ കൊടുക്കാം. ഇത് നമുക്ക് വീട്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ കാറിൻ്റെ കീയെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് സ്ഥിരമായി വെക്കാനുള്ള ഒരു സ്ഥലമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പിയറൻസിൽ അത് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കൊടുക്കുന്ന ഒരു നല്ല ഏരിയ ആയിട്ട് വരികയും ചെയ്യും. അതേപോലെ ലിവിംഗ് റൂമിലേക്ക് വരികയാണെങ്കിൽ, ഒരു ഫോമൽ ലിവിങ് ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്നതും ഫസ്റ്റ് നമ്മൾ അവിടെ ഇരുത്തുന്നതും ഒക്കെ ലിവിങ് റൂമിലായിരിക്കും, ഫോമൽ ലിവിങ്ങിലായിരിക്കും. അപ്പോൾ അവിടെ വേണ്ടത് ഒരു നല്ല ഫേസ് ടു ഫേസ് ഡിസ്കഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫർണിച്ചർ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സോഫ അറേഞ്ച്മെൻ്റ് ആണ് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള ഒരു 3 സീറ്റർ സോഫ, ഒരു 2 സീറ്റർ, സിംഗിൾ സീറ്റർ, 2 സിംഗിൾ സീറ്റേഴ്സ്, അങ്ങനെയുള്ള ഒരു മിനിമം, അങ്ങനെയുള്ളൊരു കോമ്പിനേഷനും വീട്ടിലുള്ള ആൾക്കാർക്ക്, വീട്ടിലെ ഉടമസ്ഥർക്ക് ഇരിക്കാനായിട്ട് ഗസ്റ്റിനെ ഫേസ് ടു ഫേസ് കാണാവുന്ന രീതിയിലുള്ള ഒരു പൊസിഷനിൽ 3 സീറ്ററോ അല്ലെങ്കിൽ സിംഗിൾ സീറ്റേഴ്സോ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ഫേസ് ടു ഫേസ് ഡിസ്കഷൻ കിട്ടാനുള്ള ഒരു നല്ല ചാൻസ് ഉണ്ടാക്കും. TV അവിടെ കൊടുക്കുന്നുണ്ട് എങ്കിൽ TV കൊടുക്കാം. TV നിർബന്ധമല്ല. ഫാമിലിക്ക് TV കാണാൻ വേറെ ഒരു ഫാമിലി ഏരിയ ഉണ്ടല്ലോ, ഒരു ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ TV കൊടുക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ ഒരു TV യൂണിറ്റും നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ഈ രീതിയിൽ ഓരോ റൂമിൻ്റെ ആവശ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഫർണിച്ചേഴ്സിൻ്റെ പൊസിഷൻസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ഫർണിച്ചർ ഉൾപ്പെടുത്തി എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നിടത്താണ് ഒരു ഫർണിച്ചർ ലേഔട്ട് തയ്യാറാകുന്നത്.